മുൻകൂർ ജാമ്യം ചോദിച്ച് ഹൈക്കോടതിയിലേക്ക് പോയ സത്യഭാമയെ അതേ രീതിയിൽ മടക്കി അയച്ച് ഹൈക്കോടതി. നർത്തകൻ RLV രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ അപമാനിച്ച സംഭവത്തിലാണ് മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഹൈക്കോടതിയിലേക്ക് സത്യഭാമ പോയത്. എന്നാൽ സത്യഭാമയ്ക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ല എന്ന് മാത്രമല്ല, ഒരാഴ്ചയ്ക്കുള്ളിൽ കീഴ്ക്കോടതിയിൽ ഹാജരാകാനുള്ള നിർദ്ദേശവും സത്യഭാമയ്ക്ക് ഹൈക്കോടതി നൽകുകയുണ്ടായി. SC/ST അട്രോസിറ്റി ആക്ട് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസ് നർത്തകി സത്യഭാമയ്ക്കെതിരെ കേസെടുത്തത്. ഇതെല്ലാം തന്നെ ജാമ്യമില്ലാ കുറ്റമാണ്. ആ സാഹചര്യത്തിലാണ് അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം കേരള ഹൈക്കോടതിയിൽ സത്യഭാമ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ മാസം സമർപ്പിച്ചത്. ഇന്ന് അതിന്റെ അന്തിമ വാദമായിരുന്നു. സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ച കോടതി ജാമ്യം നൽകിയില്ല, മറിച്ച് കീഴ്ക്കോടതിയിൽ ഹാജരാകാനുള്ള നിർദ്ദേശം മാത്രം നൽകി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം തീർപ്പാക്കി. ഈ വരുന്ന ആഴ്ച തന്നെ ഹാജരാകണമെന്ന നിർദ്ദേശം ലഭിച്ചിരിക്കുന്നതിനാൽ സത്യഭാമ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഈ വരുന്ന ബുധനാഴ്ച ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാകും. തിരുവനന്തപുരം വഞ്ചിയൂർ CJM കോടതി തിരുവനന്തപുരം വഞ്ചിയൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെയാകും സത്യഭാമ ഹാജരാകുക. 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ആണ് RLV രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ നർത്തകി സത്യഭാമ അപമാനിച്ചത്. കാക്കയേക്കാൾ കറുപ്പുള്ള ആൾ എന്ന് അടക്കം RLV രാമകൃഷ്ണന്റെ പേര് പരാമർശിക്കാതെ സത്യഭാമ ചാലക്കുടിക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. പിന്നാലെ കേരള സമൂഹത്തിൽ വലിയ വിമർശനം സത്യഭാമയ്ക്ക് എതിരെ ഉയർന്നു. കേരള ദളിത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ സത്യഭാമയുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധം കനത്തതോടുകൂടി അവർ നടത്തുന്ന നൃത്ത വിദ്യാലയത്തിന്റെ ബോർഡടക്കം സത്യഭാമ സ്ഥലത്ത് നിന്നും നീക്കം ചെയ്തിരുന്നു. പിന്നീടാണ് കന്റോൺമെന്റ് പോലീസ് ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിയത്. ആദ്യം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തു. SC/ST അട്രോസിറ്റി ആക്ട് വന്ന സാഹചര്യത്തിൽ ഇത് ACP അല്ലെങ്കിൽ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും സാധാരണഗതിയിൽ അന്വേഷിക്കുക. ആ സാഹചര്യത്തിൽ കേസ് കന്റോൺമെന്റ് ACPക്ക് കൈമാറുകയുണ്ടായി. ഇതിനുശേഷം RLV രാമകൃഷ്ണനെ തിരുവനന്തപുരത്തേക്ക് പോലീസ് വിളിച്ചു വരുത്തി. അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. SC/ST കമ്മീഷനും സ്വമേധയാ ഇക്കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തുകയും കൂടുതൽ കേസിൽ കുരുങ്ങുമെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതോടെയാണ് സത്യഭാമ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അവർ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ ഇതാണ്: തനിക്ക് വിവിധ രോഗങ്ങൾ അലട്ടുന്നുണ്ട്, പ്രായാധിക്യം ഉണ്ട്, അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണം. രണ്ടാമത്തെ കാര്യം, RLV രാമകൃഷ്ണനെ താൻ മനഃപൂർവ്വം അപമാനിക്കുക എന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല, മറിച്ച് തമാശയായി ഒരു യൂട്യൂബ് ചാനലിനോട് സംസാരിച്ച കാര്യങ്ങൾ RLVയിലേക്ക് വക്രീകരിച്ചെടുക്കുകയായിരുന്നു എന്നായിരുന്നു സത്യഭാമയുടെ വാദം. എന്നാൽ ഹൈക്കോടതി ഇതൊന്നും പരിഗണിച്ചില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഉത്തരവിന്മേൽ നമുക്ക് മനസ്സിലാകുന്നത്. സത്യഭാമയ്ക്ക് പുറമെ 2 പ്രതികൾ കൂടി ഈ കേസിലുണ്ട്. ഒന്ന്, ഈ അഭിമുഖം തയ്യാറാക്കിയ മാധ്യമ പ്രവർത്തകൻ. 2, ആ യൂട്യൂബ് ചാനൽ. ഇത്തരത്തിൽ 3 കക്ഷികളാണ് ഈ കേസിൽ പ്രതികളായിട്ട് ഉള്ളത്. യൂട്യൂബ് ചാനലിനെ പ്രതിയാക്കുമ്പോൾ സ്വാഭാവികമായും ആ കേസിൽ പ്രതിയാകുക യൂട്യൂബ് ചാനലിന്റെ ഉടമയായിരിക്കും. അദ്ദേഹം അടക്കമുള്ളവരും മുൻകൂർ ജാമ്യവുമായി അപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ RLV രാമകൃഷ്ണൻ SC/ST കമ്മീഷന്റെ മുൻപാകെ ഹാജരായിക്കൊണ്ടും ഈ കേസിൽ തന്റെ കാര്യങ്ങൾ മൊഴിയെല്ലാം തന്നെ കമ്മീഷന് മുൻപാകെ വിശദീകരിച്ചിരുന്നു. ചാലക്കുടി DYSPക്കാണ് RLV രാമകൃഷ്ണൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി ആദ്യം സമർപ്പിച്ചത്. തുടർന്ന് പരാതി അവർ തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് കൈമാറി. പോലീസ് ആസ്ഥാനത്തേക്ക് കൈമാറിയ ശേഷം പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് ഈ പരാതി എത്തുന്നത്. തുടർന്ന് കന്റോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഏതായാലും മുൻകൂർ ജാമ്യത്തിൽ ഹൈക്കോടതി തീരുമാനം തീർപ്പാക്കി വിട്ട സാഹചര്യത്തിൽ സത്യഭാമയ്ക്ക് കോടതിയിലേക്ക് വരേണ്ടി വരും. അതായത് കറുപ്പ് ഇഷ്ടമല്ലാത്ത സത്യഭാമ കറുത്ത കൂട്ടിട്ട ഒരു ജഡ്ജിക്ക് മുന്നിൽ ഈ വരുന്ന ആഴ്ച ഹാജരാകുന്ന ദൃശ്യങ്ങൾ മലയാളികൾ കാണും. ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.